എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും. ഈ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിയാം മോളിക്കുലാർ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ്. മോളിക്കുലാർ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് ഈസ് ഈക്വൽ ടു C6H12O6. 6 കാർബൺ ആറ്റംസും 12 ഹൈഡ്രജൻ ആറ്റങ്ങളും 6 ഓക്സിജൻ ആറ്റങ്ങളും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണവും അതേപോലെ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണവും ഇതേ പ്രപ്പോർഷനിലാണെങ്കിൽ മാത്രമേ ആ ഒരു കോമ്പൗണ്ടിനെ നമുക്ക് ഗ്ലൂക്കോസ് എന്ന് വിളിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ എംപിരിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് ഈസ് ഈക്വൽ ടു C1H2O1. What is the difference between empirical formula and molecular formula? In molecular formula, exact number of various atoms present in a compound. ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന വിവിധ തരത്തിലുള്ള ആറ്റങ്ങളുടെ എക്സാക്റ്റ് നമ്പറിനെയാണ് മോളിക്കുലാർ ഫോർമുല റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മോളിക്കുലാർ ഫോർമുല റെപ്രസെൻറ്റ്സ് ദ എക്സാക്റ്റ് നമ്പർ ഓഫ് വേരിയസ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ. വൈൽ ഇൻ എംപിരിക്കൽ ഫോർമുല ദ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. നമ്മൾ പറയുമ്പോൾ ഇത് മോളിക്കുലാർ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ്. എംപിരിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് എന്ന് തന്നെ പറയണം. എംപിരിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് ഈസ് C1H2O1. ഇത് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഉള്ള റെപ്രസെൻറ്റേഷനാണ് എംപിരിക്കൽ ഫോർമുല. ഇപ്പോൾ ഈ മോളിക്കുലാർ ഫോർമുലയിൽ ഏത് റേഷ്യോയിലാണ് എലമെൻറ്റ്സ് അടങ്ങിയിരിക്കുന്നത്? 6:12:6 എന്ന റേഷ്യോസിലാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിരിക്കുന്നത്. എന്നാൽ എംപിരിക്കൽ ഫോർമുലയിൽ 1:2:1 എന്ന ഫോർമാറ്റിലാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കെങ്ങനെ ഈ മോളിക്കുലാർ ഫോർമുലയിൽ നിന്ന് എംപിരിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുലയിൽ 6:12:6 എന്നുള്ളതിനെ 6 എന്നുള്ള ഡിജിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1:2:1 എന്നുള്ള എംപിരിക്കൽ ഫോർമുല കിട്ടും. ഇതാണ് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി പറയാം. മോളിക്കുലാർ ഫോർമുല ഓഫ് ഈഥൈൻ ഈസ് ഈക്വൽ ടു C2H6. CH3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. C2H6 ആണ് മോളിക്കുലാർ ഫോർമുല ഓഫ് ഈഥൈൻ. വൈൽ എംപിരിക്കൽ ഫോർമുല ഓഫ് ഈഥൈൻ ഈസ് C1H3. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഇവിടെ ഏതാ വരിക? 2:6 എന്നുള്ള റേഷ്യോ, ഇവിടെ 1:3 എന്നുള്ള റേഷ്യോ. ഇതാണ് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പം മോളിക്കുലാർ ഫോർമുല റെപ്രസെൻറ്റ്സ് ദ എക്സാക്റ്റ് നമ്പർ ഓഫ് വേരിയസ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ. എംപിരിക്കൽ ഫോർമുല റെപ്രസെൻറ്റ്സ് ദ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ.